കഴിഞ്ഞ 2 ദിവസമായി ഒരു പ്രസവത്തിന്റെ പേരിൽ വല്ലാത്തൊരു പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു വിഭാഗം സമൂഹ മാധ്യമങ്ങളിൽ വിരളി പൂണ്ട് നടക്കുന്നുണ്ട്. പ്രസവിച്ച അമ്മ അനുഭവിക്കാത്ത പ്രസവ വേദനയാണ് ഇക്കൂട്ടർക്ക് തോന്നിപ്പോകും. അധിക്ഷേപങ്ങളും ഉപദേശങ്ങളും കൊണ്ട് ദിയ കൃഷ്ണ എന്ന അമ്മയെയും അവരുടെ കുടുംബത്തെയും വളയുകയാണ് സോഷ്യൽ മീഡിയയിൽ പലരും. എന്നാൽ കേരളീയ സമൂഹത്തിന്റെ സദാചാര ബോധത്തിന് മാറ്റം വന്നുവെന്ന് വ്യക്തമാക്കുന്ന ഒട്ടനവധി പ്രതികരണങ്ങളും ഇതേ സമൂഹ മാധ്യമങ്ങളിൽ കാണാം. പ്രസവം എന്ന ഏറെ വേദന നിറഞ്ഞ സന്ദർഭത്തിൽ ഒരു കുടുംബം മുഴുവൻ കൂടെ നിൽക്കുന്നതിനെ ഹൃദയത്തോട് ചേർക്കുന്ന ഏറെ പേരുണ്ട്. ഒപ്പം പ്രസവത്തെ ചുറ്റിപ്പറ്റിയുള്ള പല സ്റ്റീരിയോ ടൈപ്പുകളെയും ദിയ പൊളിച്ചു കളഞ്ഞെന്ന അഭിനന്ദനങ്ങളും ഉയരുന്നുണ്ട്. ഒരിട്ട് രക്തം പോലും കാണിക്കാതെയാണ് ദിയ കൃഷ്ണ തന്റെ പ്രസവ വീഡിയോ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ആശുപത്രിയിൽ എത്തിയത് മുതലുള്ള വിശേഷങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട്. ഇന്നും വീട്ടിൽ പ്രസവിക്കുന്ന സ്ത്രീകളുള്ള നമ്മുടെ നാട്ടിൽ പ്രസവവേദനയും ആർത്തവവേദനയും സ്ത്രീകൾ ആരെയും അറിയിക്കാതെ കടിച്ചു പിടിച്ച് അനുഭവിക്കണമെന്ന് പറയുന്ന കുറച്ചധികം പുരുഷന്മാരുള്ള നമ്മുടെ നാട്ടിൽ ദിയ കൃഷ്ണയും കുടുംബവും നല്ല അസലായി എന്താണ് പ്രസവമെന്നും പ്രസവ വേദനയെന്നും ആ സമയത്ത് ഒരു സ്ത്രീക്ക് ലഭിക്കേണ്ട പിന്തുണ എന്താണെന്നും കാണിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ ആരോഗ്യരംഗം എത്രത്തോളം പുരോഗമിച്ചിരിക്കുന്നുവെന്നും ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. അവൾ വേദന കൊണ്ട് അലറി വിളിക്കുമ്പോൾ കൈ മുറുകെ പിടിച്ചുകൊണ്ട് "ഞാനുണ്ട് ദിയ, നിന്നെക്കൊണ്ട് പറ്റുമെന്ന് പറഞ്ഞ് അവൾക്ക് ആത്മധൈര്യം നൽകുന്ന ഭർത്താവ്." ദിയയുടെ അമ്മ സിന്ധു കൃഷ്ണ, സഹോദരിമാരായ അഹാന കൃഷ്ണ, ഇഷാനി, ഹൻസിക, ഇവരൊക്കെ ദിയയ്ക്ക് നൽകുന്ന ആ ഒരു ധൈര്യവും സ്നേഹവും ഉണ്ടല്ലോ. അമ്മയാകാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളിൽ ഭൂരിഭാഗവും ആഗ്രഹിക്കുന്നതായിരിക്കും ഇതെല്ലാം. ദിയ വേദന അനുഭവിക്കുന്ന സമയത്ത് സഹോദരിമാർ ക്യാമറയും പിടിച്ച് വീഡിയോ ഷൂട്ട് നടത്തിയെന്ന് പറഞ്ഞു വരുന്ന ഒരു കൂട്ടരുണ്ട്. അവരോട് ആദ്യമേ പറയാനുള്ളത്, ദിയയുടെ അനുവാദത്തോടെയും അവളുടെ ആഗ്രഹപ്രകാരവുമാണ് ആ ഷൂട്ട് നടന്നത്. അടുത്ത കാര്യം, ആ മനോഹര ദൃശ്യം പകർത്തുന്നതിൽ എന്താണ് തെറ്റ്? ദിയ അനുഭവിച്ച വേദന ഭാവിയിൽ അവരുടെ മകൻ കാണുന്നതിൽ എന്താണ് തെറ്റ്? ദിയ ഒരുപാട് പേർ പിന്തുടരുന്ന ഒരു ഇൻഫ്ലുവൻസറാണ്. ദിയയുടെ ഈ ഡെലിവറി വീഡിയോ ചിലരെങ്കിലും സ്വാധീനിക്കും. ഈ പ്രസവവേദന എന്ന് നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞല്ലേ നമുക്കറിയുള്ളൂ. ദിയയുടെ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും ആ വേദന അറിയാൻ സാധിക്കും. അവരുടെ കണ്ണ് നിറയും. ഇത് തന്നെയാണ് ആ വീഡിയോ പകർത്തിയതിലൂടെ ആ സഹോദരിമാർ സമൂഹത്തിന് നൽകുന്ന സന്ദേശം. ബാക്കിയുള്ളവരും പ്രസവിക്കുന്നുണ്ടല്ലോ, അതിലെന്താണ് ഇത്ര വീഡിയോ എടുത്ത് കാണിക്കാനെന്ന് ചോദിക്കുന്ന വേറെ ടീമുണ്ട്. വീഡിയോ എടുക്കണോ, വ്ളോഗ് അപ്ലോഡ് ചെയ്യണോ എന്നതെല്ലാം ഓരോ വ്യക്തികളുടെ ഇഷ്ടവും തീരുമാനവുമാണല്ലോ. അതിനെ മാനിക്കാൻ നിങ്ങൾക്ക് എന്തിനാണ് ഇത്രയും പ്രയാസം? കുടുംബത്തെ മുഴുവൻ കൂട്ടി പ്രസവിക്കാൻ പോകേണ്ട കാര്യം എന്തിരിക്കുന്നു എന്നാണ് മറ്റു ചിലരുടെ പുച്ഛം തുളുമ്പി നിൽക്കുന്ന ചോദ്യം. ഇത് പിന്നെ എങ്ങനെ വേണമെന്നാണ് പ്രിയപ്പെട്ട പ്രസവ വിദഗ്ധരെ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? ഇരുട്ടുള്ള ലേബർ റൂമിൽ ആ അമ്മ തനിച്ച് കിടക്കണമായിരുന്നു. അപരിചിതരായ നഴ്സുമാർക്കും ഡോക്ടർമാർക്കും ഇടയിൽ വേദന കൊണ്ട് നിലവിളിച്ച് കിടക്കണമായിരുന്നു. ഇനി പ്രസവ സമയത്ത് ദിയ കൃഷ്ണ മേക്കപ്പ് ഇട്ടത് മറ്റൊരു പ്രശ്നം. നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം സുരക്ഷിതമായ കോസ്മെറ്റിക്സ് ഉപയോഗിക്കാൻ സാധിക്കുന്ന ഈ കാലത്ത് അവർ കുറച്ച് സുന്ദരിയായി കിടന്ന് പ്രസവിച്ചതിൽ എന്താണ് തെറ്റ്? ദിയ കൃഷ്ണയ്ക്ക് നേരെ നടക്കുന്ന ഈ ആക്രമണത്തിന് സമാനമായ ഒന്ന് നേരത്തെ നടന്നിട്ടുണ്ട്. 2013 നടി ശ്വേത മേനോനെതിരെ. കളിമൺ എന്ന സിനിമയിൽ തന്റെ പ്രസവം ചിത്രീകരിച്ചെന്ന് ശ്വേത കേൾക്കാത്ത തെറിവിളികളില്ല. എന്തിന് പ്രമുഖ രാഷ്ട്രീയ പ്രവർത്തകരും സിനിമാ മേഖലയിലെ പ്രമുഖരും അങ്ങനെ സകല മലയാളികളും ശ്വേതയെ വിമർശിച്ചെത്തിയിരുന്നു. പ്രസവം എന്ന പ്രക്രിയയെ സിനിമ പോലൊരു മാധ്യമത്തിൽ വിൽപ്പന ചരക്കാക്കി മാറ്റിയെന്ന് പറഞ്ഞ ആ സ്ത്രീയെ പരസ്യമായി കുറ്റവിചാരണ നടത്തിയിരുന്നു. ശ്വേത മേനോൻ ധാർമ്മികതയുടെ അതിരുകൾ ലംഘിച്ചത്രേ. പക്ഷേ 2025 എത്തുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. അന്നു ശ്വേത മേനോനെ ക്രൂശിച്ച മലയാളികൾ ഇന്ന് ദിയയെ കുറച്ചുകൂടി ചേർത്ത് നിർത്തുന്നുണ്ട്. ദിയയെ വിമർശിക്കുന്നവരുടെ എണ്ണത്തിനൊപ്പമോ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഒരു പടി മുകളിലോ ആണ് ദിയയെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം. എന്നാൽ ഇപ്പോഴും 2013 ആ അന്ധത കൊണ്ടു നടക്കുന്ന നിരവധി പേരുണ്ട്. അവരോട് ചില ചോദ്യങ്ങളുമുണ്ട്. സ്ത്രീകളുടെ തുണി അല്പം ഒന്ന് മാറിപ്പോയാൽ ആ ക്ലിപ്പ് എവിടെയെന്ന് ചോദിച്ച് കടിപിടി കൂടുന്ന ആൺകൂട്ടത്തിനെന്തേ ഈ പ്രസവ വീഡിയോ കണ്ടപ്പോൾ ഇത്ര പൊള്ളുന്നു? ഒരു സ്ത്രീ ഒറ്റയ്ക്ക് പ്രസവിക്കേണ്ടവളല്ലെന്നും ഭർത്താവിന്റെയും കുടുംബത്തിന്റെയും പിന്തുണ നന്നായി ആവശ്യമുള്ള സമയമാണിതെന്നും ആ വീഡിയോ പറഞ്ഞു വെക്കുന്നത് കാണുമ്പോൾ എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ദിയക്കുണ്ടായ ആൺകുഞ്ഞ് തങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തത്തിൽ സംരക്ഷണയിൽ വളരേണ്ടതാണെന്ന ഒരു ഉൾബോധം ആ പ്രസവ മുറിയിൽ നിന്ന് പ്രിയപ്പെട്ടവർക്കെല്ലാം തോന്നിയിരിക്കും. പ്രസവശേഷം ഒരു സ്ത്രീ കടന്നു പോകുന്ന ശാരീരിക മാനസിക സംഘർഷങ്ങൾ ചെറുതാകില്ല എന്ന ആ നിമിഷങ്ങളിലൂടെ തന്നെ അവർക്ക് ബോധ്യമായി കാണാം. ആ വീഡിയോ കണ്ടവർക്കും അങ്ങനെ ഒരു ബോധ്യം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പ്രസവവും
കുഞ്ഞിനെ വളർത്തലുമെല്ലാം അമ്മയുടെ മാത്രം ഉത്തരവാദിത്തമാണെന്ന കാഴ്ചപ്പാടിൽ നിന്നും പതിയെ മാറി വരുന്ന സമൂഹത്തിന് ഇത്തരം വീഡിയോകൾ ഗുണമേ ചെയ്യുകയുള്ളൂ. ഈ വീഡിയോയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത അത് വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും ദിയയുടെ വീഡിയോ കണ്ട വീർപ്പ് മുട്ടി കമന്റ് ബോക്സിൽ വിഷം പ്രസവിക്കാൻ നിൽക്കുന്നവരോട് പറയാൻ ഒന്നേ ഉള്ളൂ: നിങ്ങളെപ്പോലെ ചിന്തിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. കാലത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കൊള്ളാം.